വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകൂടാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പൊ ഇന്ന് രാവിലെ മുതലേ പതിവില് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് തുണികളൊക്കെ അലക്കിയിടാണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ അലക്കിയിടലും കൂളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും ധോനി ബേബിക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അമ്മ അവളെ തൊട്ടിയിലൊക്കെ ആട്ടി ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുമ്പളങ്ങയാണ് കേട്ടോ ഒന്ന് കറി വെക്കുന്നത്. അപ്പൊ കറി വെക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങയൊക്കെ നുറുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുളി കഴിഞ്ഞൊക്കെ വന്നപ്പോഴത്തേനും അമ്മ അത് അതെല്ലാം നുറുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ വെന്തമൊക്കെ നോക്കിയപ്പോ നല്ല വെന്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ ഇന്നത്തെ ചായക്ക് കടി എന്ന് പറയുന്നത് പുട്ടായിരുന്നു കേട്ടോ. അപ്പൊ പുട്ടിന് ചിരവിയ കുറച്ച് ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ തേങ്ങ. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് അത് തേങ്ങ ചിരവാലോ എന്ന് വിചാരിച്ചിട്ടേ കറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്തായാലും അതൊന്ന് ചിരവി എടുക്കട്ടെ കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കണോ? പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ട് എല്ലാവരും ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്ത് എല്ലാവരും മെസ്സേജ് ഒക്കെ അയച്ചു, ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മൾ അങ്ങനെ ഇതാ പുതിയ വിശേഷമൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഞങ്ങൾ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ. തലേ ദിവസം പോകണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പൊ മഴ കാരണം പോകാൻ പറ്റിയില്ല കേട്ടോ. നാളെ പോവാ പറഞ്ഞു. അപ്പൊ ഏട്ടൻ തന്നെ പറഞ്ഞത് കേട്ടോ നമുക്ക് നാളെ ഇന്ന് പോവാ പറഞ്ഞു കേട്ടോ. കാഞ്ഞിരപ്പുഴ പോവാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഏട്ടൻ ഉച്ച കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുന്നത് നമുക്ക് നാളെ പോയാ പോരേന്ന്. എനിക്കാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പൊ തന്നെ പോണം കേട്ടോ, അല്ലെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൂടും കേട്ടോ. അപ്പൊ ഞാൻ ശരി എന്നാ നാളെ പോവാന്നൊക്കെ പറഞ്ഞ് ഞാനത് നെവർ മൈൻഡിൽ വിട്ടുട്ടോ. പിറ്റേ ദിവസം ആയപ്പോഴാണ് ഇപ്പൊ ഞാനിതാ ചോറും കറിയൊക്കെ വെക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഏട്ടൻ വിളിച്ചിട്ട് നമുക്ക് പോവല്ലേ എന്ന് പറഞ്ഞ്. അപ്പൊ എന്താ പരിപാടി ചോദിച്ചപ്പോ ഞാൻ ചോറും കൂട്ടാനൊക്കെ വെക്കുകയാണ്. അപ്പൊ അയ്യോ ഒന്ന് ചോറും കൂട്ടാൻ വെക്കുകയാണോ, അപ്പൊ പോണ്ടേ നമുക്ക് ഇങ്ങനെ കാഞ്ഞിരപ്പുഴ പോണ്ടേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ എന്നാ ശരി നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും ജസ്റ്റ് മൂളിട്ടോ. അങ്ങനെ ഇതാ കറിയിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മേമ്മയുടെ വീട്ടിൽ കേട്ടോ വന്നിട്ട് അരിമുളക് പറിക്കണേ. അവിടെ നന്നായിട്ട് അരിമുളകൊക്കെ പൂത്ത് കാഴ്ച നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ 5-6 പച്ചമുളകും അരിമുളകൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ഞാനിതാ തേങ്ങയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി, കുറച്ച് തുഞ്ച് മഞ്ഞളും കേട്ടോ, മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഞാനത് എന്തായാലും ഒന്ന് അരച്ചോണ്ടിട്ടെ കേട്ടോ. അപ്പൊ എങ്ങോട്ടും ഏട്ടൻ കഴിക്കാനൊക്കെ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനെന്ത് ചെയ്തു എന്നാ കുറച്ച് ഉപ്പേരിയൊക്കെ വെക്കാം, മീനൊക്കെ പൊരിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഉണക്കൽ മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പൊരിക്കാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അടുക്കളപ്പണി തുടങ്ങിയിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അത് ഞാൻ എന്നിട്ട് പയർ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പയറൊക്കെ എടുത്ത് വെക്കുകയൊക്കെ ചെയ്ത് പയർ പൊട്ടിക്കാലോ ഉപ്പേരി വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോഴേക്കാണ് ഏട്ടൻ വിളിച്ചു പറഞ്ഞത്. അപ്പൊ ഏട്ടന് കുറച്ച് ദൂരെയായിരുന്നു പണി. ദൂരെ പറഞ്ഞാൽ മണ്ണാർക്കാടായിരുന്നു കേട്ടോ. അപ്പൊ അത് നേരത്തെ പണിയൊക്കെ മാറ്റിന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ മാറ്റിയ സമയത്താണ് എന്നെ വിളിച്ചത് നമുക്ക് പോണ്ടേ പറഞ്ഞിട്ട്. അപ്പൊ ഒന്ന് നേരത്തെ പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. വേറൊരു ആവശ്യമുണ്ട് നമുക്കിന്ന് മണ്ണാർക്കാട് വേറൊരു ആവശ്യത്തിന് പോകേണ്ട ആവശ്യമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തു. ശരി ഞാൻ 4 മണിയാകുമ്പോഴത്തേനും വരാന്നൊക്കെ പറഞ്ഞിട്ടോ. എന്നാ ശരി ഞാൻ അപ്പോഴേക്കും എന്തായാലും ഏതായാലും കറിയൊക്കെ അടുപ്പത്ത് വെച്ചില്ലേ. അപ്പൊ കറി എന്തായാലും ആക്കിയിട്ട് ഞങ്ങളും കഴിച്ചിട്ടില്ല, അപ്പൊ ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. ഏട്ടൻ എന്തായാലും ചോറ് വേണ്ട, ഏട്ടൻ കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇനി കഴിച്ചിട്ടൊക്കെ പോവാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ അങ്ങനെ വേഗം പണിയൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ. അരച്ചു കൊണ്ടുവന്ന് തേങ്ങയൊക്കെ അരച്ചു ഒഴിച്ചിട്ട് വേണം കടുക് താളിക്കണം. കുട്ടി ഉറങ്ങാണ് കേട്ടോ. ഇനിയിപ്പോ അവളെ നീപ്പിച്ചിട്ട് വേണം മേല് കുളിപ്പിക്കണം. അപ്പോഴൊന്നും ഈ മഴ കാരണം രാവിലെ അവളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തല നനച്ച് കുളിപ്പിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ എന്തായാലും എന്നാ അവളെ മേല് കുളിപ്പിക്കുക, മേലൊക്കെ കുളിപ്പിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ എന്തായാലും പോവാ. തല നനയ്ക്കാൻ പറ്റില്ല, തല നനച്ച ഉണങ്ങൂല. പിന്നെ അവള് മുടിയൊന്നും നല്ല വണ്ണം തുവർത്താനൊന്നും അയക്കില്ല കേട്ടോ. അപ്പൊ ഭയങ്കര ബഹളമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും തല കുളിപ്പിക്കുന്നില്ല കേട്ടോ, മേല് കുളിപ്പിക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പൊ എന്തായാലും ഇനി അങ്ങനെ കൂട്ടാനൊക്കെ ആയി അരച്ച് പാർന്ന് തളയൊക്കെ പൊന്തി വന്നപ്പോ മോര് കറി കേട്ടോ ഒന്ന് വെക്കുന്നത്. കുമ്പളങ്ങ മോരൊഴിച്ച് കറി വെക്കുക കേട്ടോ. അപ്പൊ പെട്ടെന്നുള്ള ധൃതിയിലുള്ള തകൃതിയായിട്ടുള്ള തിരക്ക് കാരണം ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ വിട്ടുപോയിട്ടോ. അപ്പൊ അങ്ങനെ ഇതാ ഇനി എന്തായാലും കറിക്ക് താളിക്കുകയാണ് കേട്ടോ. ഈ താളിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോ ചോറ് കഴിക്കണം. എന്തായാലും ഒരു 2 മീൻ എടുത്തിട്ട് എന്തായാലും എനിക്കും അമ്മയ്ക്കും വേണ്ടി മാത്രം ഒന്ന് പൊരിക്കണം കേട്ടോ. ഞങ്ങള് ചോറുണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി ചോറുണ്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു ചൊടിക്ക് വേണ്ടേന്ന് പറഞ്ഞിട്ടേ ഉണക്കല മീൻ പാവം അമ്മ ഇന്ന് രാവിലെ പോയിട്ടോ, കടയ്ക്ക് പോയിട്ട് അമ്മ അത് മേടിച്ചു കൊണ്ടുവരിക ചെയ്തത് കേട്ടോ. അപ്പൊ എന്തായാലും 2 എടുത്ത് പൊരിക്കാന്നൊക്കെ വിചാരിച്ചു. ഞാൻ 2 ഞാനും അമ്മ മാത്രമേ അമ്മയ്ക്ക് മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 ഞങ്ങൾ പൊരിച്ചു കിട്ടോ. എന്നിട്ട് അങ്ങനെ അപ്പൊ ഇനി ഇത് ഈ കടുക് പുഴുമിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അതൊന്ന് പൊരിച്ചെടുക്കാൻ. പിന്നെ അങ്ങനെ ഞങ്ങൾ 4 മണിയാകുമ്പോഴത്തേന് പുറപ്പെട്ട് നിൽക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് 4 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാനും അതേപോലെ ധോനി ബേബി അമ്മയൊക്കെ പുറപ്പെട്ടൊക്കെ നിന്നു കേട്ടോ. അതില് ഏട്ടനെ വിളിച്ച സമയത്ത് ഏട്ടനുണ്ട്. അയ്യോ എന്താണ് എവിടെയാണ് ചോദിച്ചു. 4 മണിയായിട്ടും ആളുടെ വിളിയും കാണാനില്ല, ആളെയും കാണാനില്ല കേട്ടോ. അപ്പോഴാണ് പറയണത് അയ്യോ ഞാന് ഇങ്ങനെ വർക്ക്ഷോപ്പിലാണ്, വണ്ടി ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളാണ്, അപ്പൊ ഇനി എന്താ ചെയ്യാ, അപ്പൊ ഞാൻ എന്തായാലും അത് നേരാക്കാൻ വേണ്ടി വന്നിരിക്കുക, വർക്ക്ഷോപ്പിലാണ് പറഞ്ഞു കേട്ടോ.
അയ്യോ ഇനിയിപ്പോ പോവാൻ എന്താ ചെയ്യുക, കാരണം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാരും കൂടി പുറപ്പെട്ട് ഇറങ്ങി. പുത്രി ചെറിയമ്മ എന്നോട് പറയണേ ടാറ്റ ബായിന്നേ. ഉടുപ്പൊന്ന് വിട് കുഞ്ഞാറ്റേ. എന്താ പറയാന്, ആരോടാ പറയുന്നത്? ടാറ്റാണ്. ഞങ്ങളുടെ ഒരു പാളിപ്പോയ കാഞ്ഞിരപ്പുഴയാണ് കേട്ടോ. അതെ, ഞാനന്ന് വീണിട്ട് എന്താ ഞാനും കുട്ടി കൂടി വീണൂന്ന് തുണി എടുത്ത് വെക്കാൻ പോയിട്ട് അമ്മയ്ക്ക് ഞങ്ങള് പോന്നിട്ടെന്നെ ഓണം കഴിഞ്ഞ് പോന്നിട്ട്. എന്നിട്ട് ഞാനും കുട്ടിയും കൊണ്ട് വീണിട്ട് കയ്യിലൊക്കെ വേദനയായിരുന്നു, കൈയൊക്കെ മുഴച്ചിട്ട്. അവിടെ അമ്മയും വീടുന്ന്. അയ്യോ, ആ പുല്ലില് വഴുക്കിയിട്ട് അമ്മ ഇപ്പൊ വരുമ്പോഴാണ് വീണു കേട്ടോ. വാ 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 വാ. അതിന് അത് ഇരിക്കണ്ട അതില്. അതെന്താടി അത്? എന്തൊക്കെയാ കൊണ്ടുവന്ന് തീർക്കണേ? വലിയച്ഛനെ എന്തൊക്കെയാ കൊണ്ടുവന്ന് കൊടുക്കണുണ്ട്. അതെന്താ കുഞ്ഞാവേ, അതെന്താ അത്? തലമുടി വളർന്നിട്ടേ. ഞങ്ങള് കാഞ്ഞിരപ്പുഴക്കൊക്കെ പോണം പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. നോക്കുമ്പോ ഏട്ടന് വണ്ടിയുടെ അടവടയ്ക്കാണ്ട് എന്ന് പറഞ്ഞപ്പോ പ്ലാനൊക്കെ മാറിയിട്ടോ. ഞങ്ങൾ നേരെ പോകുന്നത് പിന്നെ മണ്ണാർക്കാട്ടിക്കാട്ടോ. എന്നാ പിന്നെ ഏതായാലും ആ മണ്ണാർക്കാട്ടിൽ നിന്ന് കുറച്ചുള്ളൂ, നെല്ലിപ്പുഴയ്ക്ക് കുറച്ചുള്ളൂ, ചെറിയ ഉള്ളോട്. എന്തിന്? എന്നാ നമുക്ക് പോകുമ്പോ അപ്പം പോവാ. അപ്പൊ അങ്ങനെ ഞങ്ങളപ്പം എന്ത് ചെയ്തു, ഇവരെ കണ്ടിട്ടും കൊറേ ദിവസമായി. അപ്പൊ എന്നാ ഇവരുടെ അടുത്തേക്ക് വരാലോ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് പോന്നു. കാഞ്ഞിരപ്പുഴയ്ക്ക് പോവാനില്ലേ കുറച്ച് നേരം വൈകിട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പോവാൻ വേണ്ടി നിന്നപ്പോഴത്തേന് ഏട്ടന്റെ വണ്ടി സ്റ്റാർട്ട് ട്രബിൾ ആയി. പിന്നെ അത് നേരാക്കാൻ വർക്ക്ഷോപ്പ് പോയി. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേന് തന്നെ കുറച്ച് പിന്നെ നേരം വൈകിട്ടോ. പിന്നെ പ്ലാനൊക്കെ കണ്ട് മാറ്റി. എന്താ വിളി കാട്ടിലെ എന്തേ എന്താ പ്രശ്നം? ഇവള് കസാരക്കിട്ട് കളക്കണുള്ളൂ. ഇവിടെ കണ്ണാടി നേരെ വെട്ടം കൊണ്ട് നേരെ കാണാൻ, പക്ഷെ എത്തില്ല. ഇത് പോലെ ചായ മതി. ബാക്കി ചെയ്യുന്നോ? പാവേ. പകുതി വഴിയിലെത്തിയപ്പോഴേ മേമി 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 പറഞ്ഞിട്ട് കയ്യൊട്ടബിള് മേമിയുടെ അവിടേക്കാ പോണു ഞമ്മള് പറഞ്ഞപ്പോ. നല്ല ചന്തണ്ടായി മുടി കെട്ടിയ. പക്ഷെ മുടി കെട്ടാനായിക്കില്ല. എന്നിട്ട് ഇപ്പൊ ഞങ്ങള് ഏട്ടന് എന്താ വണ്ടിയുടെ അടവടയ്ക്കാൻ വേണ്ടിട്ട് അവിടേക്ക് പോയി. ഓഫീസിലേക്ക് പോയപ്പോ ഞാൻ അവിടെ നിന്ന് ചീർപ്പ് കൈ പിടിച്ചിരിക്കുവായിരുന്നേ. എന്നിട്ട് ഞാൻ
മുടി കെട്ടി കൊടുത്തതാ. എന്നിട്ട് പാട്ട് പാടുള്ളൂ. ആ ഇരിക്കി. ആ അവള് തന്നെ ആ ചേച്ചിക്ക് കാണിച്ചു കൊടുക്ക. കുഞ്ഞാവേ കുഞ്ഞാവ കേറ്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ അല്ലേ? വണ്ടി നല്ല രസമുണ്ട്. അവൾക്ക് ഈ സ്റ്റൂൾ തന്നെ പറ്റുള്ളൂ. സ്റ്റൂൾ ഉന്തിയും കൊണ്ട് നടക്കല്, സ്റ്റൂൾ എടുക്കല്, ഇതൊക്കെ തന്നെ. കുട്ടി കളിക്കുന്നുണ്ട്. ക്ലാരിറ്റിയാ. ആ ജനല് മാത്രം തുറന്നിട്ടിട്ടല്ല, നല്ല എന്താ പറയാ ആ അത് പോയിട്ടായിരിക്കില്ലേ? അല്ല എന്നാലും നല്ല വട്ടണ്ടേ. ആ ഞങ്ങള് പുറത്തുനിന്ന് പോകുമ്പോ കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടൊക്കെ ഞങ്ങൾ വന്നത്. നോക്കുമ്പോ പോകുമ്പോ കഴിക്കാം, എന്നാലും അതല്ല നിങ്ങളെ അല്ല ഇവിടെ വന്നിട്ടേ ചായ വെക്കണ്ടെന്ന് പറയാ ഞങ്ങള് വരട്ടിയാണ്. പാവമ്മ കുഞ്ഞാവ അതിൽ എന്തൊക്കെയാ തിരയണു, അത് എടുത്തു കൊടുക്ക്. അത് പോയി തപ്പിടും അത് പാവേ. അവള് ബാഗ് തന്നെ എടുത്തിട്ടുണ്ട്. അതാ അങ്ങനെ വായയിലൊക്കെ ഇടുന്നു. വന്നിട്ട് പൊട്ടാന് ഭാഗ്യം പറയാ. ആ അങ്ങോട്ട് നിർത്താൻ പറ്റില്ലേട്ടാ? ആ പോസ്റ്റ് അല്ല അടക്ക്. ആ അങ്ങോട്ട് നിർത്തിക്കോളിന്നാ. എന്തോ ഭാഗ്യമുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇവിടേക്കൊക്കെ വീണുള്ള അവസ്ഥ എന്താ. പൂച്ച മാന്തിയോ ഏട്ടാ? ആ പൂച്ച മാന്തും. ഇതിനില്ലേ നല്ല രസമല്ലേ ഇങ്ങനെ കെട്ടിയാല്? പക്ഷെ ഇത് കെട്ടാനായിക്കില്ല. എന്നിട്ട് ഇപ്പൊ ഞാൻ വരുമ്പോഴാണ്, ഇന്നലെ ഞാനില്ലേ എന്നിട്ട് കെട്ടിയിട്ടില്ലേ മടക്കി വെച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. വലിയ കപ്പില് കുറച്ചും കൂടി ചായ കേട്ടോ. ഏട്ടൻ ഉച്ചക്ക് ചോറിട്ടില്ല, അത്ര പാവം. ഞാൻ അങ്ങോട്ട് ഇരിക്കുന്നത് അച്ഛൻ വന്നു. അച്ഛ അതാ വരുന്നു. ഇതിനെ അതാ അച്ഛ വരുന്നു. ഞങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇളയച്ചന് പണി മാറ്റി വരികയൊക്കെ ചെയ്തു കേട്ടോ. പാവം ഇളയച്ചനും തന്നെ വരുമ്പോൾ ഞങ്ങൾക്ക് എണ്ണക്കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരി, അങ്ങനെ ഞങ്ങൾ പറഞ്ഞു എല്ലാവരും കൂടി എങ്ങനെ കഴിക്കുക, അവിടെ ഞങ്ങൾ കൊണ്ടുപോയതുണ്ടല്ലോ, അപ്പം ഇനി ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അതും തൂക്കി പിടിച്ചിട്ട് അങ്ങനെ എല്ലാവരോടും അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് ഇറങ്ങി പോരുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടിയും തന്നെ അവൾ വാശി പിടിക്കുക കേട്ടോ ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട്. കുഞ്ഞാത്തേനെ കണ്ടപ്പോഴേ. അപ്പോൾ ആ കുട്ടി വണ്ടിയുടെ അവിടെ വന്നിട്ടും തന്നെ അവളിങ്ങനെ വാശി പിടിക്കുക കേട്ടോ. ഞങ്ങൾക്ക് പാവം തോന്നി. പിന്നെ കുട്ടീനെ കണ്ടിട്ട് ഞങ്ങൾക്ക് മതിയായേ ഇല്ല. കുറേ ദിവസമായിരുന്നു കേട്ടോ കണ്ടിട്ട്. അപ്പോൾ അവർ മണ്ണാർക്കാട് പോകാൻ വേണ്ടിയിട്ട് അനിയത്തിയും ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ കുട്ടിയുടെ വിചാരം ഞങ്ങളുടെ കൂടെ വരിക എന്നൊക്കെ പറഞ്ഞിട്ടേ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ പിന്നാലെ വരാൻ വേണ്ടി ചാടി വരിക കേട്ടോ. പിന്നെ ഞങ്ങൾ എവിടെയും കയറിയില്ല കേട്ടോ, ഭക്ഷണം കഴിക്കാനൊന്നും കയറിയില്ല. പിന്നെ ഉച്ചയ്ക്ക് വെച്ച ഭക്ഷണം വീട്ടിലിരിക്കുകയായിരുന്നു, അത് വേസ്റ്റ് ആവണ്ടേന്നൊക്കെ വിചാരിച്ചിട്ടേ ഞങ്ങൾ എവിടെ നിന്നും കഴിച്ചില്ല. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമുക്ക് പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.